വിശുദ്ധ ആൻഡ്രൂ ഡുങ്ലാക്കും സഹവിശുദ്ധരും. വിശുദ്ധ ആൻഡ്രൂ ഡുങ്ലാക്കിൻ്റെ യഥാർത്ഥ നാമം ഡുങ് ആൻ ട്രാൻ എന്നായിരുന്നു. 1795 വിയറ്റ്നാമിലെ ബാക്നിനിലെ ഒരു ദരിദ്ര വിജാതീയ കുടുംബത്തിലായിരുന്നു വിശുദ്ധൻ്റെ ജനനം. അദ്ദേഹത്തിന് 12 വയസ്സായപ്പോൾ കുടുംബത്തിന് ഹനോയിലേക്ക് മാറേണ്ടി വന്നു. അവിടെ വിശുദ്ധൻ്റെ മാതാപിതാക്കൾക്ക് പുതിയ ജോലി അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതായി വന്നു. ഇവിടെ വെച്ച് വിശുദ്ധൻ ഒരു ക്രിസ്ത്യൻ വേദപാഠ അധ്യാപകനെ പരിചയപ്പെടുകയും അദ്ദേഹം വിശുദ്ധന് ഭക്ഷണവും താമസവും നൽകുകയും ചെയ്തു. 3 വർഷത്തോളം വിശുദ്ധന് അവരിൽ നിന്ന് ക്രിസ്തീയ വിദ്യാഭ്യാസം ലഭിച്ചു. അങ്ങനെ വിൻട്രി എന്ന സ്ഥലത്ത് വെച്ച് ആൻഡ്രൂ എന്ന പേരിൽ അദ്ദേഹം ജ്ഞാനസ്നാനം സ്വീകരിച്ചു. ചൈനീസ്, ഇറ്റാലിയൻ ഭാഷകൾ പഠിച്ചതിന് ശേഷം അദ്ദേഹം ഒരു വേദപാഠ അധ്യാപകനാവുകയും തൻ്റെ രാജ്യത്തിൽ അദ്ദേഹം ക്രിസ്തീയ വിശ്വാസത്തെപ്പറ്റി പഠിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹത്തെ ദൈവശാസ്ത്രം പഠിപ്പിക്കുന്നതിനായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1823 മാർച്ച് 15 അദ്ദേഹത്തിന് പൗരോഹിത്യ പട്ടം ലഭിച്ചു. തുടർന്ന് കെ ഡാം എന്ന സ്ഥലത്തെ ഇടവക വികാരിയായി അദ്ദേഹം സേവനം അനുഷ്ഠിച്ചു. ഇടവക വികാരിയായിരിക്കുമ്പോഴും അദ്ദേഹം തൻ്റെ സുവിശേഷ പ്രഘോഷണം അക്ഷീണം തുടർന്നുകൊണ്ടിരുന്നു. അദ്ദേഹം പലപ്പോഴും ഉപവസിക്കുകയും വളരെ ലളിതവും നന്മ നിറഞ്ഞതുമായ ഒരു ജീവിതവുമാണ് നയിച്ചിരുന്നത്. മറ്റുള്ളവർക്ക് ഇദ്ദേഹം ഒരു നല്ല മാതൃകയായിരുന്നു. അതിനാൽ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിത മാതൃക കണ്ട് ധാരാളം പേർ മാമോദിസ സ്വീകരിക്കുകയും ചെയ്തു. 1835 വിയറ്റ്നാമിലെ നീറോ ചക്രവർത്തി എന്നറിയപ്പെടുന്ന മിൻമാങ് ചക്രവർത്തിയുടെ കാലത്തുണ്ടായ മതപീഡനത്തിൽ വിശുദ്ധനും തടവിലാക്കപ്പെട്ടു. എന്നിരുന്നാലും അദ്ദേഹം സേവനം ചെയ്തുകൊണ്ടിരുന്ന സഭയുടെ അംഗങ്ങളുടെ സംഭാവനകൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ മോചനം വിലയ്ക്ക് വാങ്ങി. ഇനിയും നേരിടേണ്ടി വരാവുന്ന മർദ്ദനങ്ങൾ ഒഴിവാക്കുവാനായി അദ്ദേഹം തൻ്റെ പേര് ലാക്ക് എന്നാക്കി മാറ്റി. വേറെ ഉപാധ്യക്ഷൻ്റെ അടുക്കിലേക്ക് പോയി തൻ്റെ ക്രിസ്തീയ ദൗത്യം തുടർന്നുകൊണ്ടിരുന്നു. പീറ്റർ തീ എന്ന മറ്റൊരു വിയറ്റ്നാംകാരനായ വൈദികൻ കുമ്പസാരിക്കുവാൻ പോകുന്നതിനായി വിശുദ്ധൻ അദ്ദേഹത്തെ സന്ദർശിച്ച അവസരത്തിൽ അവരെ ഒരുമിച്ച് വീണ്ടും പിടികൂടി തടവിലാക്കി. മോചനദ്രവ്യം നൽകിയത് മൂലം ഒരിക്കൽ കൂടി വിശുദ്ധനും പീറ്റർ തീക്കും സ്വാതന്ത്ര്യം ലഭിച്ചു. എന്നാൽ ഈ സ്വാതന്ത്ര്യം വളരെ കുറച്ചു കാലം മാത്രമേ നീണ്ടു നിന്നുള്ളൂ. അവരെ വീണ്ടും പിടികൂടുകയും ഹനോയിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. അവസാനം 1839 ഡിസംബർ 21 ഇവരെ ശിരശ്ഛേദം ചെയ്ത് കൊലപ്പെടുത്തുകയായിരുന്നു.